പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലങ്ങളായി ഞാനിപ്പം വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒത്തിരി വീഡിയോ ഇട്ടിട്ട് കാരണം ഞാൻ വർക്കിൻ്റെ വിസിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലാണ്. അപ്പോൾ കൊടൈക്കനാലിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ കൊടൈക്കനാലിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഈ ഇൻട്രോ കൂടെ ഞാൻ എടുക്കുന്നത്. കാരണം രാത്രിക്കാണ് വന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാനുള്ളത് കൊടൈക്കനാലിലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കൊടൈക്കനാലിൽ നമ്മൾ ഒന്ന് രണ്ട് വ്യൂ പോയിൻറ്റുകളും പിന്നെ അതുപോലെ തന്നെ ലോക്കൽ ഏരിയകളൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ നമുക്ക് കാണാം. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു നമ്മുടെ പൂമ്പാറ റൂട്ടിൽ, അതായത് പൂമ്പാറ വില്ലേജിലോട്ടൊക്കെ പോകുന്ന റൂട്ടിൽ പളനിമല വ്യൂ പോയിൻ്റ് ആണത്. അതായത് കൊടൈക്കനാലിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഇതുള്ളത്. പൂമ്പാറ റൂട്ടിൽ തന്നെയാണ് നമുക്കിത് ഈ വ്യൂ പോയിൻ്റ് ഉള്ളത്. പളനിമല വ്യൂ പോയിൻ്റ് എന്നാണ് നമുക്കിതിനെ അറിയുന്നത്. ഇപ്പോൾ ഇതൊന്ന് ഭയങ്കരമായിട്ടുള്ളൊരു മിസ്റ്റായിരുന്നു രാവിലെയൊക്കെ ഞങ്ങൾ പോയപ്പോൾ. റിട്ടേൺ വരുമ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ രാവിലെ ഫുൾ വൈബായിരുന്നു അവിടെ. അങ്ങനെ നമ്മളവിടുന്ന് നേരെ പൂമ്പാറ വില്ലേജിലോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് പൂമ്പാറ വില്ലേജ് എന്ന് പറയുന്നത്. ഇത് മുകളിൽ നിന്നൊക്കെയുള്ള ഈ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. പക്ഷേ താഴോട്ട് നമ്മൾ ഏതൊരു ഗ്രാമത്തിലോട്ട് ചെന്ന് കയറുമ്പോൾ നമുക്ക് ഒരു മോശമായിട്ടുള്ള രീതിയിലായിരിക്കും കാണുക. പക്ഷേ മുകളിലത്തെ വ്യൂ പൊളി വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെമ്മരിയാടൊക്കെ ഉണ്ടല്ലോ, ചെമ്മരിയാടിൻ്റെ ഫാമിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ എൻട്രി ഫീ ഉണ്ട്. പെർ ഹെഡ് 20 രൂപയാണ് പെർ ഹെഡ്. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ഇവിടുന്നത് ചെമ്മരിയാടിൻ്റെ ഒരു ഫാമിലോട്ട് പോകുവാണ്. അവിടെ പോയിട്ട് അവിടെയുള്ള കാഴ്ചകൾ കാണാം. വളരെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ക്ലൈമറ്റൊക്കെ സൂപ്പറാണ്, നല്ല അടിപൊളി. വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ചൂട് അറിയുന്നത് കൂടിയില്ല. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവച്ച് തരാം. അപ്പം നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പലപ്പോഴും ഊട്ടി കൊടൈക്കനാൽ എല്ലാം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ ക്യാരറ്റ് കാണുമ്പോൾ എന്നടാ ഈ ക്യാരറ്റിന് എത്ര വലിയ ഫിനിഷിങ് എന്നുള്ളത് ചിന്തിച്ചത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇരുണ്ടിരുന്ന ഈ ക്യാരറ്റ് ഇവരെന്നാ ചെയ്യുന്നത് കണ്ടോ, നല്ല അങ്ങ് ഉരച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങ് തരുക. ഇതാണ് പരിപാടി. ഫസ്റ്റ് റാബിറ്റിനൊക്കെ കണ്ടിട്ടല്ല, മുയലുകളെ കണ്ടിട്ട് അടുത്തത് നമുക്ക് എവിടെ ഷീപ്പ്. ഓക്കെ, പോയി നോക്കിയേക്കാം. എന്തായിട്ട് തോന്നുന്നു ഓരോരോ വെറൈറ്റി. എന്നാ വലിപ്പം നോക്കിയൊക്കെ ഇതിനൊക്കെ. ഷീപ്പിനെ കാണാൻ വേണ്ടി കൂട്ടിപ്പോയി. അപ്പോൾ കൂട്ടിലൊന്നുമില്ല, ഇതേ കിടക്കണുണ്ടോ, മേയാൻ വിട്ടേക്കും എല്ലാത്തിനെയും. പക്ഷെ പൊളി സ്ഥലമാണ് കേട്ടോ, നല്ല വൈബാണ് ഇവിടെ. നല്ല തണുത്ത കാറ്റും പിന്നെ ലേക്ക് വ്യൂവും പിന്നെ മൊത്തത്തിൽ ആ അന്തരീക്ഷമൊക്കെ സൂപ്പറാണ്, ഒരു രക്ഷയില്ല ഇവിടെ. നമ്മൾ ഒത്തിരി ഫോട്ടോ വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കാണുന്നതൊക്കെ വ്യൂ പോയിൻ്റാണ്. അതായത് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഫോട്ടോക്കൊക്കെ പക്ക സൂപ്പർ പറ്റിയ സ്ഥലമാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നൊന്നും നമ്മൾ അറിയത്തേ ഇല്ല, അത്രയും വൈബാണ്. ഇതേ ഒരു കൂട്ടം ചെമ്മരിയാടുകളാണ്ടാ, എല്ലാതും കൂട്ടുന്ന വെളിയിൽ വന്നു, എല്ലാത്തിനെയൊക്കെ തുറന്നു വിട്ടു. പുറത്തുള്ള വൈബ് ആണെങ്കിൽ അത് വേറെ, തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാ. കൂട്ടങ്ങളിങ്ങനെ പോകുന്നുണ്ടാ. ഇല്ല അവിടെ ഞങ്ങൾ നോക്കട്ടെ. ഇപ്പം നമ്മളുള്ളപ്പോൾ മോയർ പോയിൻറ്റിലാണ്, നമ്മളെ കൊടൈക്കനാലിലെ മോയർ പോയിൻറ്റിലാണ്. ഇവിടെ ഇതുപോലെ തന്നെ നമ്മളെ ക്ലൈമറ്റ് അടിക്കടി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് കുറച്ച് മുന്നേ എനിക്ക് ഭയങ്കര മിസ്റ്റായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് എന്തായാലും ഉൾപ്പെടുത്തി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾക്ക് കണ്ട വ്യത്യാസം മനസ്സിലായി. ഇപ്പം ആ മിസ്റ്റൊക്കെ പോയി, ഇപ്പം ഏകദേശം ക്ലിയർ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. മുന്നേ കുറച്ച് മുന്നേ വമ്പം ക്ലൗഡി ആയിരുന്നു, ഭയങ്കര മിസ്റ്റായിരുന്നു. ആ വീഡിയോ എന്തായാലും ഇതിനകത്ത് കാണിച്ചു തരാം ഞങ്ങൾക്ക്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒത്തില്ല പലയിടത്തും പോകാനൊന്നും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പാർട്ടുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കേ.